I'm so happy. I'm happy. I'm literally so happy. Guys, welcome to my channel. This is me, Vishnumaya, and welcome to my logo. So, ഇന്ന് ഞങ്ങൾ അടുത്ത മൂവി പോവാണ്, വിച്ച് ഇസ് ലോക്ക. കുറേ റിവ്യൂ കേട്ടു. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ബി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം തോട്ട് ഓഫ് ഗിവിങ് ഇറ്റ് എ ട്രൈ. അപ്പം നമുക്ക് എങ്ങനെയാ മൂവിക്ക് പോയാലോ? കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഓക്കെ, ഞാനിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നോട്ട് മുഖമൊക്കെ അത് ടയേർഡ് ആയിരിക്കും. ബട്ട് ലെറ്റ്സ് സീ. അപ്പോൾ പോയി പോവാം. എനിക്കാണെങ്കിൽ മമ്മി നാട്ടിൽ പോകുന്ന മുമ്പിൽ മമ്മിയുടെ കൂടി മൂവി കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പോയതാ. രണ്ടുപേരും നല്ല ടയേർഡാ. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയായാലും മൂവി കാണണം. എൻ്റെ ടിക്കറ്റും കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ടിക്കറ്റിൽ ഞങ്ങൾ പോയതാണ്. പിന്നെ ഞാൻ വർക്ക് കഴിഞ്ഞ് ഡയറക്റ്റ് വന്നതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ബേൽപൂരിയും മമ്മിയാണെങ്കിൽ ആസ് യൂഷ്വൽ സോൾട്ടഡ് പോപ്കോണും വാങ്ങി. ആൻഡ് ദെൻ ദ മൂവി സ്റ്റാർട്ടഡ്. അപ്പം നമുക്കിനി മൂവി കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ റിവ്യൂ കേൾക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ലോക്ക കണ്ടുകൊണ്ട് ലോക്ക ചാപ്റ്റർ 1 ചന്ദ്ര കണ്ടു കഴിഞ്ഞു. ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ്. ലൈക്ക് I'm just so happy to see a Malayalam movie in this position. Like പഴയ ഒരു നാടോടിക്കഥ ഇല്ലെങ്കിൽ ഒരു ഫോക്ലോറിയസ് നാടോടിക്കഥ, അതിന് ഒരു റീവാമ്പ് പോലെ. ഐ മീൻ ലൈക്ക് വാവ്, എന്താ പറയുക, ഇറ്റ്സ് അബ്സല്യൂട്ട് മാസ്റ്റർ പീസാണ്. ആൻഡ് ദിസ് ഇസ് സംതിങ് യു ഹാവ് ടു വാച്ച് ഇറ്റ് ഇൻ എ തിയേറ്റർ. ദിസ് ഇസ് എ ബ്രെത്ത് ടേക്കിംഗ് മൂവി. ലൈക്ക് സമയം ആ ഇൻ്റർവെൽ ആവുന്ന പോലും യു വോണ്ട് റിയലൈസ്. ഐ വാസ് ജസ്റ്റ് സിറ്റിംഗ് ഇൻ ദ എഡ്ജ് ഓഫ് ദ സീറ്റ് ജസ്റ്റ് വാച്ചിങ്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ഹൂ ഈസ് കമ്മിങ്? ഹൂ ഈസ് നെക്സ്റ്റ്? This is a breathtaking movie. What a creation. എന്താ പറയുക, ഇറ്റ് വാസ് worth it. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു പോയതിനാളും എത്രയോ ഹൈയിലാണ് കിടക്കുന്നത്. അയ്യോ, ഞാൻ ഇനിയും എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ തോന്നുന്ന വൺ ഓഫ് ദി മൂവിയാണിത്. ഇങ്ങനെ എനിക്ക് ഇനിയും കാണണം തോന്നിയത് ആവേശമായിരുന്നു. ആൻഡ് നൗ ദിസ്, ബിക്കോസ് ഈ മൂവിയുടെ ആ ഫീൽ, ഓ മൈ ഗോഡ്, ദ ക്രിയേഷൻ, ദ സിനിമാറ്റോഗ്രാഫി, അല്ലെങ്കിൽ ദ സ്റ്റോറി ലൈൻ, ദ ലൈറ്റിംഗ്, ഐ ഡോണ്ട് നോ, ഇറ്റ്സ് അതിലെ എല്ലാ ക്യാരക്ടേഴ്സും, കല്യാണി പ്രിയദർശനാണേലും നസ്ലിനാണേലും ചന്തു ആണേലും, ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ് പെർഫോമൻസ്. ആൻഡ് എനിക്ക് ഐ ഗെസ് സാൻഡി എന്നാണോ അയാളുടെ ഐ ഡോണ്ട് നോ ദി അതർ ഗായ്, ദ പോലീസ് ഓഫീസർ. Let me just check his name. He was amazing. Like his performance was amazing. Like literally it was amazing. Like ഇതിപ്പോൾ കുറച്ച് ദിവസമായി, ഐ ഗെസ് 29th റിലീസ്. ഇപ്പം 31st ഞാൻ കണ്ട്. അപ്പോഴത്തേക്കും ഐ ഹോപ്പ് എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, ബിക്കോസ് എക്സൈറ്റ്മെൻറ്റ് കാരണമാണ്. ആൻഡ് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഞാനാണെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല ഈ മൂവിനെ പറ്റിയിട്ട്. ഇല്ലെങ്കിൽ പോസ്റ്റോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. എല്ലാം ഞാൻ സ്കിപ്പടിച്ച് പോകുമായിരുന്നു. ആൻഡ് 2-3 എൻ്റെ ഫ്രണ്ട്സ് കണ്ടു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാണുവാണെങ്കിൽ തിയേറ്ററിൽ കാണണം എന്നൊക്കെ. അപ്പം എനിക്കെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാവരും കാണണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈപ്പ് ചെയ്യുന്ന മൂവീസ് പൊതുവേ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. എനിക്ക് പോകുമ്പോൾ ആ ഹൈപ്പ് തോന്നാറില്ല. എനിക്ക് പോകുമ്പോൾ അത് ഇഷ്ടപ്പെടാറില്ല. ഇറ്റ്സ് ഓക്കെ മൂവി എന്ന പോലെ തോന്നാറ്. ബട്ട് ദിസ് എന്താ പറയുക, ഇത് തിയേറ്ററിൽ കാണണം. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ റിഗ്രറ്റ് അടിച്ചേനെ, ഞാൻ മിസ് ചെയ്തേനെ തിയേറ്റർ എക്സ്പീരിയൻസ്. അതുപോലത്തെ ഒരു മൂവിയായിരുന്നു ഇത്. ലൈക്ക് ഐ വാസ് ലൈക്ക് വാവ്, ഐ മീൻ ലൈക്ക് ഐ വാസ് ജസ്റ്റ് മൈൻഡ് ബ്ലോൺ. ഐ വാസ് സോ ഹാപ്പി. ഇത് ഞാൻ കാര്യം പറയാം, കാണുവാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം, ബിക്കോസ് ദിസ് ഈസ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ ഫുള്ളാണ്, ഇവിടെ ടിക്കറ്റ് കിട്ടാറില്ല. എനിക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ്. ആൻഡ് ദ തിയേറ്റർ വാസ് പാക്ഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഫൺ ടു വാച്ച്. എനിക്കിഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ മൂവിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇവിടെ അധികവും ചില മൂവീസിനൊന്നും ആളുണ്ടാകത്തില്ല. മലയാളം മൂവീസിന് ഫസ്റ്റ് 2 days ഒക്കെ ഫുൾ ക്രൗഡഡ് ആയിട്ടുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ആളുണ്ടാകത്തില്ല.
പക്ഷേങ്കിൽ ഇന്ന് സൺഡേ ആയോടാണോ എന്താ അറിയില്ല, ബട്ട് ഇറ്റ് വാസ് ഫുൾ. ടിക്കറ്റ് കിട്ടാനില്ല ഇവിടെ മൂവിക്ക്, അതുപോലത്തെ അവസ്ഥയായിരുന്നു. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദ മൂവി. ലൈക്ക് I'm just waiting. I think ഇത് ചാപ്റ്റർ 1 ആണെങ്കിൽ ഒബ്വിയസ്ലി there will be a next part. I'm just waiting. I'm like so excited. അപ്പോൾ guys, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Hope you guys like it. If you like it, please do like, share and comment down below. നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂവും നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻറ്റ് ബോക്സിൽ പറ, so that I'll get to know. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് ഇനിയും വരാം. Till then, bye bye.